Good evening, dear learners. Lifespan psychology block 4 unit 3 continuation ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എറിക്സൺസ് തിയറി ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ വരെ നമ്മൾ എടുത്തു. നമ്മൾ അത് ഫിനിഷ് ചെയ്തു. ഇനി ദ നെക്സ്റ്റ് ടോപ്പിക്കിൽ വരാണ്, അതായത് പെക്സ് തിയറി. റോബർട്ട് പെക്ക്, ഹി വാസ് എ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ്. എറിക്സൺസ് തിയറി എക്സ്റ്റെൻഡ് ചെയ്തു ആൻഡ് 3 ടാസ്ക് in late adulthood പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു ടാസ്ക് ആണ് ഈഗോ ഡിഫറൻസിയേഷൻ വേഴ്സസ് വർക്ക് റോൾ preoccupation. Second one, body transcendence versus body preoccupation. And third one is ego transcendence versus ego preoccupation. ഓൾഡ് ഏജിൽ നമ്മൾ ചിലവരെ കാണാറുണ്ട്, അവരെ വർക്കും അവരെ റിട്ടയർമെന്റ് ഒക്കെ ആവുമ്പോൾ അവരെന്ത് ചെയ്യും, അവരെ ആക്ടിവിറ്റീസ് ഒന്നും മാറ്റും, അവരെ ആംബിഷൻസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യും. ദേ ഗോ ഇൻ ടു അഗ്രികൾച്ചർ, ചിലവർ ചെറിയ സ്റ്റാർട്ടപ്പ്, ചെറിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങും, ചിലവർ ചെറിയൊരു കഫേ തുടങ്ങും. സോ അവർക്ക് ഒന്ന് പ്രീ ഓക്യുപ്പൈഡ് ആവാനുള്ള വേസ് അവർ തന്നെ തിരഞ്ഞെടുക്കും. അതാണ് ഇവിടെ പറയുന്നത് ഈഗോ ഡിഫറൻസിയേഷൻ വേഴ്സസ് work role preoccupation. Now the second task ഇവിടെ പറയുന്നത് body transcendence versus body preoccupation. This task requires finding a way to transcend physical limitation, disabilities, loss of youth and beauty to find value in cognitive, social strength and relationship. അപ്പൊ നമ്മൾക്കറിയാം, ഒരു ഓൾഡ് ഏജ് ആയാലും നമുക്ക് ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ നമ്മൾ ആ ഫിസിക്കൽ ലിമിറ്റേഷൻസ് വി ആർ ട്രാൻസെൻഡിങ്, അതായത് നമുക്ക് പണ്ട് പോസിറ്റീവായി ഫീൽ ചെയ്ത ഫിസിക്കൽ ബ്യൂട്ടി, ഫിസിക്കൽ അറ്റയർ, അതിനെല്ലാം നമ്മൾ ആ സെയിം വാല്യൂ തന്നെ കൊടുക്കുന്നു ഫോർ അതർ ക്വാളിറ്റീസ് ലൈക്ക് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, സോഷ്യൽ സ്ട്രെങ്ത് ആൻഡ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം, നമ്മളെ പത്രത്തിലൊക്കെ സുഡോക്കു ഗെയിം ഒക്കെ ഉണ്ട്. അത് ഫസ്റ്റ് സോൾവ് ചെയ്യാൻ വീട്ടിലിരിക്കുന്ന ഗ്രാൻഡ് പാസ് ആയിരിക്കും. സോ അവരെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടി അവര് ദേ ആർ ഫൈൻഡിങ് ഡിഫറെന്റ് വേസ്. ഇതിനെയാണ് ബോഡി ട്രാൻസെൻഡൻസ് വേഴ്സസ് ബോഡി പ്രീ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഇസ് ഈഗോ ട്രാൻസെൻഡൻസ് വേഴ്സസ് ഈഗോ പ്രീ ഓക്യുപ്പേഷൻ. ദിസ് ടാസ്ക് ഇൻവോൾവ്സ് finding a constructive way of facing the reality of death. Elder must find a future beyond their own mortality through giving back to a younger generation. So ഇത് പറയുമ്പോൾ മെയിൻലി ഒരു ജനറേറ്റിവിറ്റിന്റെ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അതായത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഒരു വയസ്സായി ഒരു 65+ ഒക്കെ ആകുമ്പോൾ it is a must that we come in good terms with death, because death is inevitable. എന്തായാലും സംഭവിക്കുന്ന കാര്യമാണ്. സോ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുക ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റിവിറ്റി ഉണ്ടാക്കുക, ലൈക്ക് അതായത് അപ്കമിങ് ജനറേഷൻസിന് വേണ്ടി നമ്മൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഈഗോ ട്രാൻസെൻഡൻസ് വേഴ്സസ് ഈഗോ പ്രീഓക്യുപ്പേഷൻ. Now, ലബോവേവീവ്സ് തിയറി ഉണ്ട് കേട്ടോ, ഇമോഷണൽ എക്സ്പെർട്ടീസിന്റെ ഒരു തിയറി ഉണ്ട്. അതായത് ഏർലി അഡൾട്ട്ഹുഡിൽ തിങ്കിങ് കുറെ കൂടി പ്രാഗ്മാറ്റിക് ആയിരിക്കും, പക്ഷെ ലേറ്റ് അഡൾട്ട്ഹുഡിലോ ഇമോഷണൽ എബിലിറ്റീസ് എക്സ്പാൻഡ്, പ്രൊമോട്ടിംഗ് മോർ എഫക്റ്റീവ് കോപ്പിംഗ് ആൻഡ് റിഫ്ലക്ഷൻ ടുവേർഡ്സ് ourselves. അപ്പം നമുക്ക് കോപ്പിംഗ് സ്ട്രാറ്റജീസ്, കോപ്പിംഗ് ടെക്നിക്സ് ലേറ്റ് അഡൾട്ട്ഹുഡിൽ നല്ല it will be more advanced than early adulthood. ഏർലി അഡൾട്ട്ഹുഡിലുള്ള ആൾക്കാർ കുറച്ചും കൂടിയും യങ്സ്റ്റേഴ്സ് they are usually impulsive. പക്ഷെ ഓൾഡ് ഏജിൽ വരുമ്പോൾ നമുക്ക് കോപ്പിംഗ് മെക്കാനിസംസ് കൂടും ആൻഡ് നമ്മൾ we try to reflect on ourselves. Elders display a compensating emotional strength. അവർക്ക് നല്ല ഇമോഷണൽ സ്ട്രെങ്ത് ആയിരിക്കും. അവർ ബിലീവ് ചെയ്യുന്നു happiness is a choice. Okay, despite physical declines, കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും, നമ്മളുടെ ബോഡി നമ്മൾ വിചാരിച്ചെടുത്ത് എത്തുന്നുണ്ടാവില്ല, എന്നാലും
ചില ആൾക്കാർക്ക് നല്ല ഓപ്റ്റിമിസം ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ദേ ഹാവ് എ ഗുഡ് സൈക്കോളജിക്കൽ വെൽബീയിങ്. ഓൾഡർ അഡൽട്സ് എപ്പോഴും ഈ യങ് അഡൽട്സിനോട് പറയും ജസ്റ്റ് റിലാക്സ്, ടെൻഷൻ അധികം എടുക്കല്ലേ, ബിക്കോസ് അവരുടെ എക്സ്പീരിയൻസ് അവർ പഠിച്ചതാണ്. ദർ ഇസ് നോ അബ്സല്യൂട്ട് നോ യൂസ് ഓഫ് ബീങ് സ്ട്രെസ്ഡ്. സോ ദേ ക്യാൻസൽ ഔട്ട് ദ സ്ട്രെസ് ഫാക്ടർ ആൻഡ് ദേ ട്രൈ ടു റിലാക്സ് മോർ. പിന്നെ റെമിനിസൻസ് എന്ന് പറയുമ്പോൾ ഓൾഡർ അഡൽട്സിന്റെ ഒരു ക്യാരക്ടറാണ്. അവരെ പാസ്റ്റിനെ പറ്റി പറയാ, അവരെ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് കഥകൾ കുറെ പറയാനുണ്ടാവും. ആ കഥകളിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാനുണ്ടാവും. സോ ദാറ്റ് ഈസ് നോൺ ആസ് റെമിനിസൻസ്. സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച് ഇൻ സെൽഫ് കൺസെപ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി. അതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ സെക്യൂർ ആൻഡ് മൾട്ടി ഫേസഡ് സെൽഫ് കൺസെപ്റ്റ്. After a lifetime of self-knowledge, people feel more secure of who they are. സോ കുറെ കാലം അവരിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനലി ദേ നോ ഹൂ ദേ ആർ. സെൽഫ് കൺസെപ്റ്റ് ബിക്കം മോർ കോംപ്ലെക്സ് ആൻഡ് മൾട്ടിഫേസ്ഡ്. ഷിഫ്റ്റ്സ് ഇൻ പേഴ്സണാലിറ്റി. ചിലപ്പം ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, അതായത് ആൾക്കാർ കുറച്ചുകൂടി അഗ്രിയബിൾ ആവും. And they might be accepting change accepting, because change is also inevitable. Sociability ഉണ്ടാവും. സോ അഗ്രിയബിൾനെസ് കൊണ്ട് അവർക്ക് ജനറോസിറ്റി കൂടുതലായിരിക്കും. പിന്നെ അവർ സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയോസിറ്റിയിലേക്ക് പോവാണ്. സോ ദ സെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി എൻകംപസ് ദാറ്റ് ലൈഫ് ഇസ് വെരി മീനിങ് ഫുൾ. ആ ഒരു ചിന്ത അവർക്ക് ഈ ഓൾഡ് ഏജിൽ വരും. അതായത് ഐ ഹവ് ലെഡ് എ മീനിങ് ഫുൾ ലൈഫ്. സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയോസിറ്റി, ഇൻ ദോസ് ടെക്സ്റ്റ് നമ്മൾ കാണുന്നത് ലൈഫ് ഇസ് മീനിങ് ഫുൾ വെൻ യു have done so many things, when you had generativity, when you took care of your elders, when you took care of the welfare of other beings or the younger generation, you have a meaning in life, or a purpose in it. So they start in search of that and they find it finally. നമ്മളെ ഇന്ത്യൻ മിഥോളജിയിൽ പറയുന്ന 4 സ്റ്റേജസ് ഓഫ് ലൈഫിൽ ലാസ്റ്റ് പറയുന്നതാണ് സന്യാസ. ലൈക്ക് ഇറ്റ് ഇസ് ഫോർ സെൽഫ് റിയലൈസേഷൻ ആൻഡ് ടു ഫൈൻഡ് ഗോഡ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ സൈക്കോളജിക്കൽ വെൽബീയിങ്, അതിൽ പറയുന്നത് ഡിപ്പെൻഡൻസി സപ്പോർട്ട് സ്ക്രിപ്റ്റ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഇഗ്നോർ സ്ക്രിപ്റ്റ്. ഇപ്പൊ ഡിപ്പെൻഡൻസി സപ്പോർട്ട് സ്ക്രിപ്റ്റിൽ പറയുന്നത് ഇറ്റ് ഇസ് എ സ്ക്രിപ്റ്റ് ഇൻ വിച്ച് ഡിപ്പെൻഡന്റ് ബിഹേവിയേഴ്സ് ആർ അറ്റൻഡഡ് ടു ഇമ്മീഡിയറ്റ്ലി. അതായത് ഇപ്പം ഒരു വയസ്സായ ഒരു അമ്മൂമ്മയ്ക്ക് ഇപ്പം ബാത്റൂം പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വേഗം തന്നെ നമ്മൾ പിന്നെ അറ്റൻഡ് ചെയ്യും. ഓക്കെ, റീഇൻഫോഴ്സിങ് ദ വീക്കർ മെമ്പർ ഇൻ ഹർ ഡിപ്പെൻഡൻസി. നമ്മള് എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ വേഗം അവരെ റീഇൻഫോഴ്സ് ചെയ്യും. പക്ഷെ ഇൻഡിപെൻഡന്റ് ആണെങ്കിലോ ഇറ്റ് ഇസ് ദ സ്ക്രിപ്റ്റ് വെയർ ഇൻഡിപെൻഡന്റ് ബിഹേവിയേഴ്സ് ആർ ഇഗ്നോർഡ്. അതായത് അവർക്ക് സ്വന്തം ചെയ്യാവുന്നത് ഒക്കെ ഇഗ്നോർ ചെയ്തു, പക്ഷെ ഡിപ്പെൻഡൻസിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. എൽഡർ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. എൽഡർ സൂയിസൈഡ് ഇസ് നോട്ട് ഓൾവേസ് എവിഡന്റ്. സംടൈംസ് എൽഡർ ക്വിറ്റ് ഈറ്റിംഗ്. അതായത് എൽഡർ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് വേഗം പോയി സൂയിസൈഡ് ചെയ്യലില്ല, പക്ഷെ അവർക്ക് സ്ലോലി ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നല് കാരണം അവർക്ക് ഭക്ഷണം വേണ്ടായിക, അവർക്ക് ഇമോഷണൽ വെൽബീയിങ് അവർ ടേക്ക് കെയർ ചെയ്യാതിരിക്കുക, മെഡിസിൻസ് എടുക്കാതിരിക്കുക, അതൊക്കെയാണ് എൽഡർ സൂയിസൈഡ്. നെഗറ്റീവ് ലൈഫ് ചേഞ്ചസ് ഒക്കെ മോർ ഓഫൺ ഇൻ ലേറ്റ് അഡൾട്ട്ഹുഡ്. അതായത് ലേറ്റ് അഡൾട്ട്ഹുഡിലുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും നെഗറ്റീവ്ലി ലൈഫ് എഫക്ട് ചെയ്യുക. ബിക്കോസ് അവർക്ക് ഫ്രണ്ട്സിനെ നഷ്ടപ്പെടും, അവർക്ക് സ്പൗസിനെ നഷ്ടപ്പെടും, ഹെൽത്ത് ഡിക്ലൈൻ ചെയ്യും, ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടാവും, ഡിപ്പെൻഡൻസി കൂടും. അതൊക്കെയാണ് നെഗറ്റീവ് ലൈഫ് ചേഞ്ചസ്. ഈ ലൈഫ് ചേഞ്ചസ് ഹിറ്റ് വുമൻ ഓഫ്റ്റൻ, ബട്ട് ദേ സ്റ്റിൽ റിപ്പോർട്ട് ദാറ്റ് ദേ ഹാവ് പീപ്പിൾ ഹു ഡിപ്പെൻഡ് ഓൺ ദം ഇമോഷണലി. അതായത് വുമനിലാണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്ട് ചെയ്യുക, പക്ഷെ വുമനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. സോഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സോഷ്യൽ സപ്പോർട്ട് കാരണം സ്ട്രെസ് നന്നായിട്ട് കുറയും. സോ അത് നമ്മളെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യും, വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് ദ ലൈഫ് സ്പാൻ. റിലേഷൻഷിപ്സ് ഇൻ ലേറ്റ് അഡൾട്ട്ഹുഡ്.
Relationships in late adulthood topic on social convoy. Social convoy a cluster of family members in safety support provide. Elders try to maintain their social networks of family and friends to preserve security and life continuity. Chele bonds, chele family item namukku nalla bonds create cheyan pattum, whereas പണ്ട് നല്ല ബോൺഡ്സ് ഉണ്ടായിരുന്ന ആൾക്കാർ they move far away. അങ്ങനെ കുറച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ആവും. പക്ഷെ finally we know who is truthful and who is going to be there. Marriage satisfaction rises from the middle to late adulthood. അതായത് middle adulthood വരെ if we are married, then we are sure of our spouses. അതായത് our spouses are not going to leave us എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. So നമ്മൾ ഒരു secure relationship ലായിരിക്കും. Bonds with sisters are generally closer than those with brothers. അതായത് women, അതായത് sister siblings ഭയങ്കര ക്ലോസ് ആയിരിക്കും than brother siblingsനെ കാട്ടിയും. This allows them to feel a family continuity and harmony. Friendships കൂടുതൽ നമുക്ക് ഫ്രണ്ട്ഷിപ്സ് വേണം ഈ ഒരു സമയത്ത്, ബിക്കോസ് നമുക്കൊരു ഇന്റിമസി ഫീൽ ചെയ്യാന് നമുക്ക് ഫ്രണ്ട്ഷിപ്സ്, അതായത് നല്ല ഫ്രണ്ട്സ്, അതായത് ലോങ് ലോസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഈ ഒരു സമയത്ത്. Women are most likely to have both intimate friends and secondary friends. Intimate friends ഉണ്ടാവും, അവർക്ക് അവരെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും എന്താ പറയാ തമാശ പറയുന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും. Whereas there will be secondary friends also. അതായത് എന്തെങ്കിലും ഇപ്പം suppose they are going to a yoga class together, അപ്പൊ അതിലുള്ള ഒരു acquaintance പോലെ ഒരു secondary friends, just peripheral ഇപ്പൊ പരിചയപ്പെട്ട ഫ്രണ്ട്സ് പോലെ ഓൾഡ് ഏജിൽ ഉണ്ടാവാം. Retirement and leisure. Decision to retire അല്ലെ, നമ്മളുടെ അഫോർഡബിലിറ്റി അനുസരിച്ച്, ഹെൽത്ത് സ്റ്റേറ്റസ് അനുസരിച്ച്, പെർസ്വേസീവ് അനുസരിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും if you have to retire or not. Women retire early than men. ഇനി റിട്ടയർമെന്റിന് നമ്മൾ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. അതായത് ഹെൽത്ത് സ്റ്റേറ്റസിനെ നോക്കണം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ നോക്കണം, പിന്നെ ഇത് നമ്മളെ വർക്കിനെ എഫക്ട് ചെയ്യോ, സാറ്റിസ്ഫാക്ഷനെ എഫക്ട് ചെയ്യോ, നമ്മൾ സോഷ്യൽ സപ്പോർട്ടിനെയും മാരിറ്റൽ ഹാപ്പിനെസിനെയും എഫക്ട് ചെയ്യുമെന്ന് നമ്മൾ ഒന്ന് നോക്കണം. പിന്നെ ലീഷർ ആക്ടിവിറ്റീസ് engaged in relate to physical and mental health, but they also relate to reduce mortality. Mental health and physical health നന്നായിട്ട് വർദ്ധിക്കും if you are engaged in leisure activities. പുതിയ ഹോബീസ് ഡെവലപ്പ് ചെയ്യുക, പുതിയ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക, വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുക. ലൈക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ കുറെ മുതിർന്നവരാണ് പള്ളികളിലും പിന്നെ ടെമ്പിൾസിലെല്ലാം ഫുഡ് കേറ്ററിംഗ് ചെയ്യുന്നതൊക്കെ. സോ അങ്ങനത്തെ ഓരോ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാം. സോ സക്സസ്ഫുൾ ഏജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സക്സസ്ഫുൾ ഏജിംഗ് happens when you have well-funded social security plans, when you are at good health, safe housing ഉണ്ടാവും, നല്ല social services ഉണ്ടാവും, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഹോമിൽ ഹെൽപ്പ് ഉണ്ടാവും, നമുക്ക് വീട്ടിലെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഹൗസിംഗ് ആയിട്ട് അഡാപ്റ്റഡ് ആവും, ആൻഡ് നമുക്കൊരു സെൻസിറ്റീവ് നഴ്സിംഗ് ഹോം കെയർ ഉണ്ടാവും. സോ then we have achieved successful aging എന്ന് നമുക്ക് പറയാം. So this is all about this chapter, psychosocial changes during adulthood. Thank you for having me here. Thank you so much.